ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ആകെ അഗാധ സങ്കടമായിരിക്കുകയാണ്. മരിച്ചവരുടെ എണ്ണം ഉയരുന്നു. കാണാതായ അനവധി പേർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി നമ്മുടെ സംവിധാനങ്ങളാകെ ആ ദുരന്തമുഖത്തുണ്ട്. ഒപ്പം ന്യൂസ് മലയാളവും. ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ക്യാമറ ജേർണലിസ്റ്റുകളും അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് മലയാളം ന്യൂസ് ലഞ്ച് ഇനി കടക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാം ദിനം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ ഞെട്ടി കേരളം. മുണ്ടക്കൈയിൽ ഇനി ആരും ബാക്കിയില്ല എന്ന സൈന്യം. അവശിഷ്ടങ്ങൾക്കടിയിലും കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ. അട്ടമലയിലും പുഞ്ചിരിമട്ടത്തും രക്ഷാദൗത്യം. പിന്നെ ഒരു കമ്മലുണ്ട്, ഒരു പെൺകുട്ടി, പിന്നെ ഒരാളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. നഖം നമ്മൾ റോസ് ക്യൂട്ടസ് ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് ബോഡി ഇട്ടിട്ടുണ്ട്. അതൊരു 30 താഴെ. ദുരന്തമുഖത്തെ മരണസംഖ്യ 284 പിന്നിട്ടു. തിരിച്ചറിയാനാകാത്ത വിധം നിരവധി പേർ. ഇനിയും കണ്ടെത്താനുള്ളത് 240-ലധികം പേരെ. ചാലിയാർ പുഴയുടെ കടവുകളിൽ ഇതുവരെ കണ്ടെത്തിയത് 142 മൃതദേഹങ്ങൾ. ചാലിയാറിൽ തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി. വയനാട് പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ദൗത്യത്തിന് മന്ത്രിമാരുടെ ഉപസമിതി. മാനസികാഘാതം മറികടക്കാൻ കൗൺസിലിംഗ് ഒരുക്കും. രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി. ചൂരൽമല സന്ദർശനത്തിന് രാഹുലും പ്രിയങ്കയും. കോഴിക്കോട് വിലങ്ങാടും തിരുവള്ളൂർ കോട്ടപ്പാറ മലയിലും മണ്ണിടിഞ്ഞു. 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കക്കയം ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കിവിടാൻ നിർദ്ദേശം. തൃശൂരിലും കനത്ത മഴ. വെള്ളപ്പൊക്കത്തിൽ 100 കണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പുതുക്കാട്, നെമണിക്കര, തൃക്കൂർ, അളഗപ്പ നഗർ പഞ്ചായത്തുകളിൽ ഗുരുതര സാഹചര്യം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് മണലി, കുറുമാലി പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നു. ഭാരതപ്പുഴയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ജല കമ്മീഷൻ.